എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൃക്കേട്ട. ഇന്നായിരിക്കും മിക്ക വീടുകളിലും നല്ല തകൃതിയായി പൂക്കളയിടലൊക്കെ നടക്കുന്നത്. കാരണം ഇന്നലാണല്ലോ സ്കൂൾ വിട്ടത്. അപ്പം ഇന്ന് രാവിലെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി പൂവൊക്കെ എടുത്ത് പൂവൊക്കെ പറിച്ച് അല്ലെങ്കിൽ പൂവൊക്കെ വാങ്ങി പൂക്കളിടാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കല്ലേ ഇന്നലെ രാത്രിയെ. ഞാൻ അതൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും വീട്ടുമുറ്റത്തെ പൂവൊക്കെ വെച്ചിടാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ മുറ്റത്ത് നിൽക്കുന്ന പൂവൊന്നും പൂക്കളിടാൻ വേണ്ടിയിട്ട് അത്ര ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ലായിരുന്നു. നോക്കിയപ്പോഴത്തേക്കും അമ്മേൻ്റെ 2-3 ചെടികൾ മാത്രമായിരുന്നു ഉണ്ടത്. അതിലത്തെ പൂക്കളൊക്കെ പറിക്കാനുള്ള ഒരു മനസ്സ് വരാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയിട്ട് അച്ഛനെയും കൊണ്ടിപ്പോയി കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അങ്ങനെ അത് നേരെ ഇറയെ അടിച്ച് വാരി തുടച്ചടിച്ചാണ് നമ്മൾ ഇതാക്കാൻ പോകുന്നത്, പൂക്കളിടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും, ആ ഇറയത്ത് എന്തൊരു മണ്ണ്, അത് ഇടയ്ക്കൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ടോടെയെന്ന്. അത് അവിടെ ചവിട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ചവിട്ടീൻ്റെ അടിയിൽ എത്ര അടിച്ച് വാരിയാലും ഉണ്ടാകുന്ന മണ്ണുണ്ടല്ലോ, അതുണ്ടായിരുന്നു കുറച്ച്. പിന്നെ ഇറയം ചവിട്ടിയെടുത്ത് നമ്മൾ ആഴ്ച ഒരിക്കലൊക്കെയാണ് അങ്ങനെ ഡീപ്പ് ക്ലീൻ ആയിട്ട് അടിച്ച് വരാറുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും അടിച്ച് വരുമ്പോൾ കൂടെ അടിച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരെ പൂവൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പൂക്കളിടാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാർട്ടാക്കി. എൻ്റെ 2026 ഫസ്റ്റത്തെ പൂക്കളാണ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം എന്തായാലും കുറച്ച് അടിപൊളിയായിട്ട് ഇട്ടേക്കാം എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെങ്കിലും ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് തോന്നി അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇടുന്നതിനേക്കാളും എൻ്റെ മനസ്സിൽ തോന്നുന്ന പോലെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇടുമ്പോഴല്ലേ കുറച്ചും കൂടി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഒരു വരയുമില്ല, ഒന്നുമില്ലാണ്ട് എൻ്റെതായ രീതിയിൽ അങ്ങോട്ട് ഇട്ടു. പിന്നെ ഈ ഒരു സർക്കിൾ കുറച്ച് വൃത്തിയായിക്കോട്ടെ വെച്ചിട്ടായിരുന്നു അതിട്ടത്, വരച്ചത്. എന്നിട്ട് നേരെ ഞാൻ ഒരു പേർപ്പിൾ പൂ എടുത്തിട്ടു. അപ്പം എനിക്ക് തോന്നി രണ്ടും ഒരുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് മാറ്റിയിട്ട് ഓറഞ്ച് പൂ എടുത്തിട്ട് അവിടെ ഇട്ടു. അങ്ങനെ ഞാൻ നേരെ നല്ല കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പൂവൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ എങ്ങനെ ഓർഡർ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരുന്ന് നമ്മുടെ ഇഷ്ടത്തിനൊരു പൂക്കളൊക്കെ സെറ്റാക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. എനിക്കത് വല്ലാണ്ട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ തുടങ്ങിയാൽ പിന്നെ ഉറപ്പായിട്ട് ഞാനായിരിക്കും എൻ്റെ വീട്ടിലെ പൂക്കളിടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ദിവസം അമ്മ എന്താ പറയുക പൂജാമുറിയിലായിരുന്നു പൂക്കൾ ഇട്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് 4-3-7 പൂവൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ പൂക്കളം പോലെ വെറുതെ 4 പൂവൊക്കെ വെച്ചിട്ടിരുന്നായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വെച്ച് വന്നപ്പോൾ എൻ്റെ വെക്കേഷൻ തുടങ്ങിയില്ല. അപ്പം പിന്നെ ഇതിന് പൂക്കളും ചെറുതൊന്നും ആവാൻ പാടില്ലാതെ അങ്ങനെയാണ് ഞാൻ ഈ പൂക്കൾ ഇടുന്നത്. അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് പൂക്കളത്തിന് പൂ കുറഞ്ഞു പോയി. അപ്പം അങ്ങനെ ഞാൻ അകത്തുനിന്ന് അതെടുത്ത് വന്നിട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പൂക്കളം. ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ.